എല്ലാ ധർമ്മവിശ്വാസികൾക്കും നമസ്കാരം. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ദീപാരാധന സമയത്ത് പൂജാരി എല്ലാ വാതിലുകളും അടച്ചിട്ട് ശ്രീകോവിലിനകത്ത് നിറച്ച് വിളക്ക് വെച്ചിട്ട് ഒരു ദീപാരാധന തട്ട് കയ്യിലെടുത്ത് നിറച്ച് പുഷ്പമിട്ട് അതിനകത്ത് കർപ്പൂരമിട്ട് ബിംബത്തെ ഒഴിയാണ് പതിവ്. എന്നിട്ട് അത്യുജ്വലമായ ഒരു മന്ത്രം ചൊല്ലും. ഓ ധ്രുവാദ്യ ഔഹു ധ്രുവാ പൃഥ്വീ ധ്രുവാസ പർവതായിമേ ധ്രുവം വിശ്വമിദം ജഗത് ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം ത ഇന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. ഈ മന്ത്രമാണ് അവിടെ ചൊല്ലുന്നത്. ഈ മന്ത്രം 10,000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ടതാണെന്നാണ് പറയുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും മംഗളം ഭവിക്കട്ടെ എന്നല്ല, എനിക്കും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ എന്നുമല്ല. പിന്നെയോ ധ്രുവാദ്യ ഔഹു, ഈ പ്രപഞ്ചഗോളം മംഗളകരമായിരിക്കട്ടെ. ധ്രുവാ പൃഥ്വി, ഈ ഭൂമി മംഗളകരമായിരിക്കട്ടെ. ധ്രുവാസ പർവതായിമേ, ഭൂമിയിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പർവ്വതങ്ങളെല്ലാം മംഗളകരമായിരിക്കട്ടെ. ധ്രുവം വിശ്വമിദം ജഗത്, ലോകത്തിൽ വസിക്കുന്ന സർവ്വജീവജാലങ്ങളും മംഗളകരമായിരിക്കട്ടെ. ധ്രുവോ രാജാ വിശാമയം, നമ്മുടെ ഭരണകർത്താക്കൾ മംഗളകാരമായിരിക്കട്ടെ, മംഗളകാരികളാകട്ടെ. ധ്രുവം തേ രാജാ വരുണോ, മഴ പെയ്യിക്കുന്ന വരുണദേവൻ മംഗളകരമായിരിക്കട്ടെ എന്ന് വെച്ചാൽ സമുദ്രം. ധ്രുവോ ദേവോ ബൃഹസ്പതി, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി മംഗളകരമായിരിക്കട്ടെ. ധ്രുവം ത ഇന്ദ്രശ്ചാഗ്നിശ്ച, ഇന്ദ്രനും അഗ്നിയും മംഗളകരമായിരിക്കട്ടെ. അവസാനം പറയാണ് രാഷ്ട്രം ധാരയതാം ധ്രുവം, എന്റെ പരമപവിത്രമായ ഈ രാഷ്ട്രം മംഗളകരമായിരിക്കട്ടെ എന്ന്. നിങ്ങൾ ആലോചിക്കുക, എത്ര മനോഹരമായ ചിന്താധാര. എന്നിട്ടും പൂജാരി ആ ദീപാരാധന തട്ട് താഴെ വെച്ച് മംഗള നിരഞ്ജനം സമർപ്പയാമി സുവർണ പുഷ്പം സമർപ്പയാമി ഛത്ര ചാമാരാദി സമസ്ത രാജോപചാരാൻ സമർപ്പയാമി. ഇത് പറഞ്ഞ് ദീപാരാധന തട്ടിലെ അഗ്നിജ്വാലയിൽ നിന്ന് 3 പ്രാവശ്യം പുഷ്പം കൊണ്ട് അഗ്നിയുടെ അംശത്തെ ബിംബത്തിലേക്ക് ഇട്ടിട്ട് സ്വയം അഗ്നി തൊട്ട് തലയിൽ വെച്ച് ആ അഗ്നി പുറത്തേക്ക് കൊടുത്ത് ഓരോരുത്തരും ആ അഗ്നിത്തട്ട് തലയിൽ വെക്കുമ്പോ ഓർക്കുക, ആ അഗ്നിത്തട്ട് നമ്മൾ കൈകൊണ്ടെടുത്ത് തലയിൽ തട്ടുമ്പോൾ നമ്മൾ ഓർക്കണം, ശ്രീകോവിലിനകത്ത് ബിംബത്തിന് ചൈതന്യം നൽകിയ അഗ്നിയുടെ അംശമാണ് നാം തൊട്ട് തലയിൽ വെച്ചത് എന്ന് ഓർക്കണം. 10,000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ട ഈ മന്ത്രവും ഇതുപോലെ അർത്ഥം വരുന്ന മറ്റു മന്ത്രങ്ങളും അടങ്ങിയ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും പഠിക്കുന്ന കാര്യത്തിൽ ഹൈന്ദവധർമ്മം അനുഷ്ഠിക്കേണ്ട പുതുതലമുറ വഴിതെറ്റിപ്പോകുന്നതിലും ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പോലും ഹൈന്ദവ ധർമ്മശാസ്ത്രത്തെ പഠിപ്പിക്കാൻ തയ്യാറാകാത്ത ഭരണകൂടത്തിന്റെ ഈ നിഷ്ക്രിയത്വത്തിലും നമ്മൾ വിഷമിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഊർജ്ജസ്വലമായിട്ടൊന്ന് പ്രവർത്തിച്ചാൽ മാത്രം മതി. ഇതെല്ലായിടത്തും നമുക്ക് എത്തിക്കാൻ സാധിക്കും. നമസ്തേ, പ്രണാമം.